കുറേ ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് അയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ട് വല്ല മെച്ചമുണ്ടോ? നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് വളങ്ങൾ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ചെയ്യുന്നതാണ്, അതേ രീതി തന്നെ പോരെ, ഇത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മൾ അറിയേണ്ടത് അയർ നമ്മളെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഉപപ്രധാന സൂക്ഷ്മ മൂലക വളങ്ങളുടെ കൂട്ടാണ്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, ബോറോൺ, സിങ്ക്. ഇപ്പോൾ പ്രധാനമായും നമ്മൾ 2 മാസം കഴിഞ്ഞാൽ ഒരുപാട് അപാകതകൾ നമ്മളുടെ വായയിൽ കാണാറുണ്ട്. തൂമ്പ് കറക്റ്റായിട്ട് വിരിയാത്തത്, പിന്നെ വിരിഞ്ഞ ഇലകളുടെ വെള്ള പാച്ചസ്, നല്ല രീതിയിൽ കളറ് വരാതെ വെള്ളത്തൂമ്പ് പോലെയൊക്കെ കാണുന്നത്, അതുപോലെ വിരിഞ്ഞത് കീറിപ്പോവുക ഇലകൾ, അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായി മാറുന്നത്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ കൂടുതലും വരുന്ന ഈ ഉപപ്രധാന സെക്കൻഡറി ആൻഡ് മൈക്രോ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുകൊണ്ടാണ്. കാൽഷ്യം, ബോറോൺ, സിങ്ക്, മഗ്നീഷ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും മികച്ചതാണ് ഈ അയർ എന്ന് പറയുന്നത്. ഇത് കാരണം ഇത് കൃത്യമായ സമയങ്ങളിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വായയുടെ കൃത്യമായ വളർച്ചയും നടക്കും. അത് കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള തൂക്കം, ഏകദേശം നമുക്കൊരു മിനിമം 10% തൂക്കത്തിൽ വ്യത്യാസം വരും ഇത് കൊടുക്കുന്നത് കാരണം. അതുപോലെ നമുക്ക് കിട്ടുന്ന കായ്കൾ നല്ല ഭംഗിയുള്ളതായിട്ട് മാറും, കൂടുതൽ ഭംഗിയുള്ളതും ഷെയ്പ്പുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ വിപണി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ ആളുകളും, ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ഇത് ഉപയോഗിക്കണം. നമ്മളെ പഞ്ചായത്തുകളിൽ, കൃഷിഭവനുകൾ വഴിയെല്ലാം ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോയിൽ ആൻഡ് റൂട്ട് ഹെൽത്ത് മാനേജ്മെൻറ്റ് പദ്ധതി പ്രകാരമുണ്ട്. അതുപോലെ വായൂർ കൃഷിഭവനിലൊക്കെ നമ്മൾ ഇത്തവണ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ വെച്ചിട്ട് 50% നിരക്കിലും ഈ അയർ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. 2ാം മാസവും 4ാം മാസവും 100 ഗ്രാം വീതമാണ് ഇത് ഉപയോഗിക്കേണ്ടത്.